കളകളുടെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. ഗോതമ്പിന്റെ വിത്തുകൾ വിതയ്ക്കുന്നു, ശത്രു വന്ന് ഇവർ ഉറങ്ങിക്കഴിയുമ്പോൾ ശത്രു വന്ന് അതിനിടയിൽ കളകളും വിതച്ച് കടന്നു കളയുന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഗോതമ്പും ഈ കളയുടെ വിത്തും ഒരുമിച്ച് മുള പൊട്ടി ഒരുമിച്ച് വളരുന്നു. അവ ഒരുമിച്ച് വളർന്നു കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് അതിൽ പകുതി കളകളാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ തൊഴിലാളികൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് യജമാനന്, ഞങ്ങൾ ഈ കളകളൊക്കെ പറിച്ചു കൂട്ടട്ടെ. അപ്പൊ ഈ യജമാനൻ പറയുന്നുണ്ട് കളകൾ ഇപ്പൊ പറിച്ചു കൂട്ടണ്ട, മറിച്ച് കൊയ്ത്ത് വരെ അതങ്ങനെ ആകട്ടെ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കളകളും ഈ സാധാരണ ഗോതമ്പിന്റെ വിത്തൊക്കെ മുള പൊട്ടിയത് ഒരുമിച്ചായിരുന്നു, അവ വളർന്നു തുടങ്ങിയത് ഒരുമിച്ചായിരുന്നു, വളർന്നതും ഒരുമിച്ചായിരുന്നു. എപ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാകുക എന്ന് വെച്ചാൽ അതിന് ഈ ധാന്യം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും. കാരണം എന്താണ്, ഗോതമ്പ് ചെടികളിൽ ധാന്യം ഉണ്ടാകും, കളകളിലാകട്ടെ ധാന്യം ഉണ്ടാവുകയില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരും വളരുമ്പോൾ ഒരു പക്ഷേ ഇവര് രണ്ടും ഒരുപോലെ വളർന്നു വരുമായിരിക്കും. ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിലായാലും രണ്ടുപേരും ഒരുപോലെ വളർന്നു വരും. പക്ഷേ ഈ വിളവെടുപ്പിന്റെ ഒരു സമയമുണ്ട്. അവിടെ ദൈവം പറയുകയാണ്, വിളവെടുപ്പിന്റെ ഒരു സമയം വരുമ്പോൾ എന്തുണ്ടാകും, വിളവെടുപ്പിന്റെ സമയം വരുമ്പോൾ ഏതാണ് പതിര് ഏതാണ് കതിര് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആരാണോ ഫലം ചൂടുന്നത് അത് കതിരും, ആരാണോ ഫലം ചൂടാതെ വെറും ഷോ ആയിട്ട് നിൽക്കുന്നത് അത് പതിരുമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആ സമയത്ത് അതിനെടുത്ത് അരിഞ്ഞ് അതിന് നേരെ തീയിലേക്ക് തള്ളാമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊരു ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ രണ്ട് ചോയ്സുകൾ വെക്കുന്നുണ്ട്. എന്താണ്, ഒന്ന് നിനക്ക് കതിരായിട്ട് വളരാം, അല്ലെങ്കിൽ പതിരായിട്ട് വളരാം. ഒന്നുകിൽ നിനക്ക് നല്ല വിളയായിട്ട് വളരാം, അല്ലെങ്കിൽ കളയായിട്ട് വളരാം. ഏത് വേണമെന്ന് നീയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് നീയാണ്, ഏത് ഓപ്ഷൻ വേണമെന്ന് നീയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ കതിരായിട്ട് വളരാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.